രാജ്യസ്നേഹം കൊണ്ട് വൈദ്യുതി മോഷണം നടത്തിയ സംഗിണിയെ കയ്യോടെ പൊക്കിയിട്ടുണ്ട്. വെറും സംഗിണിയല്ല, വാർഡ് കൗൺസിലറായിട്ടുള്ള സംഗിണി. അതും തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ വാർഡ് കൗൺസിലറായിട്ടുള്ള ശ്രീലക്ഷ്മി കെ സുദീപിൻ്റെ വീട്ടിലാണ് രാജ്യസ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് വൈദ്യുതി മോഷണം നടത്തി വന്നിരുന്നത്. കയ്യോടെ പിടിച്ചിട്ടുണ്ട്. 82,000 രൂപ വൈദ്യുതി വിഭാഗം വിജിലൻസ് പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിനാണ് വൈദ്യുതി മോഷ്ടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് രാജ്യസ്നേഹം കൊണ്ടാണെന്നാണ് പറഞ്ഞത്. രാജ്യത്തെ സേവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉൾപ്പെടെയുള്ളവ സംഘടികൾക്ക് കൊള്ളയടിക്കാനുള്ളതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ വാർത്ത അധികം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഘിണി ആയതുകൊണ്ട് തന്നെ പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. ആ വൈദ്യുതി മോഷണം എന്ന് പറഞ്ഞാൽ കുലമോഷണമായതുകൊണ്ട് അത് വാർത്തയുമല്ല. തൊടുപുഴ ന്യൂമാൻ കോളേജ് വാർഡ് കൗൺസിലറായിട്ടുള്ള ശ്രീലക്ഷ്മി കെ സുദീപിൻ്റെ വീട്ടിലാണ് വൈദ്യുതി മോഷണം ആൻറ്റി പവർ തെഫ്റ്റ് വിജിലൻസ് സ്ക്വാഡ് കണ്ടെത്തിയതും. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സംഘിണി കഴിഞ്ഞ കുറേ വർഷമായിട്ട് വൈദ്യുതി അടിച്ചു മാറ്റി സുഖലോലുപതയിൽ AC ഒക്കെ ഇട്ട് അങ്ങ് ശീതളമയിൽ കഴിയുകയായിരുന്നു. സംഭവം ഇങ്ങനെയാണ്. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ തൊടുപുഴ മുതലിയാർ മഠം കാവുക്കാട് KR സുദീപിൻ്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലേക്കുള്ള വൈദ്യുതി കണക്ഷനിൽ നിന്നാണ് തൊട്ടടുത്ത് 2 വീട് വെച്ചതിന് ശേഷം ഈ ഒരു വീട്ടിൽ നിന്ന് 2 ലൈൻ ഇട്ട് അങ്ങോട്ടേക്ക് വൈദ്യുതി എടുത്ത് ഇഷ്ടംപോലെ വൈദ്യുതി ഉപയോഗിച്ച് അടിച്ചു പൊളിക്കുകയായിരുന്നു. എന്നിട്ട് 1 മീറ്ററിൻ്റെ വാടകയും കൊടുത്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നല്ല അന്തസ്സായിട്ട് മോഷണം നടത്തി വരികയായിരുന്നു. ഇതാണ് കൈയോടെ പിടിക്കപ്പെട്ടത്. മീറ്റർ വയ്ക്കാതെ അനധികൃതമായി 2 കേബിൾ വലിച്ചായിരുന്നു വൈദ്യുതി മോഷണമെന്ന് ആൻറ്റി തെഫ്റ്റ് സ്ക്വാഡ് അറിയിച്ചു. രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ക്വാഡ് വന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ഒരു സംഘിണി കൗൺസിലർ തന്നെ നല്ല അന്തസ്സായിട്ട് മോഷണമൊക്കെ നടത്തി ഈ നാടിൻ്റെ ഊർജം പോലും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് യഥാർത്ഥ സംഘപരിവാറിൻ്റെ രാജ്യസ്നേഹം. എന്തൊക്കെ കൊള്ളയടിക്കാൻ പറ്റുമോ അതൊക്കെ പൈസ കൊടുക്കാതെ മോഷ്ടിച്ച് ജീവിതം സുഗമമാക്കുന്ന പരിപാടിയാണ് ഇവർ നടത്തുന്നതെന്ന് മനസ്സിലായില്ലേ? ഈ മോഷണം തുടങ്ങിയത് എന്ന് മുതലാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കൂടുതൽ പരിശോധനയിലൂടെ കണ്ടെത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പരമാവധി കഴിഞ്ഞ 6 മാസത്തെ തുകയാക്കി കണക്കാക്കിക്കൊണ്ടാണ് 82,000 രൂപ പിഴ ഒടുക്കിയിട്ടുള്ളത്. ഇത് ഒരു വലിയ വാർത്തയായി മാറേണ്ടതാണ്. കേരളത്തിൽ ഇപ്പോൾ അറിയാലോ, വേനൽക്കാലമാണ്, വൈദ്യുതിക്ക് വലിയ ഷോർട്ടേജ് ഉള്ള സമയമാണ്. ആ സന്ദർഭത്തിൽ നഗരസഭ കൗൺസിലറായിട്ടിരിക്കുന്ന വ്യക്തി തന്നെ ഈ രീതിയിൽ വൈദ്യുതി മോഷണമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ അറിയേണ്ടതല്ലേ? അതുകൊണ്ടാണ് കുലമോഷണം നടത്തിയ ശ്രീലക്ഷ്മി കെ സുദീപിൻ്റെ വാർത്ത നാട്ടുകാരെ അറിയിക്കണമെന്ന് തോന്നിയത്. കാര്യം ഈ നാട്ടിലെ മാതൃകാ പുരുഷന്മാരാണ്, അഴിമതി കാണിക്കാത്തവരെന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും കയ്യിലിരിപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മോഷണമൊക്കെ ഇവർക്കൊരു ഹോബിയാണ്. അതിൻ്റെ തെളിവാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മറ്റൊരു കുലയുവതിയുടെ വെടിവെപ്പ് വാർത്ത നമ്മൾ കേട്ടതാണ്. അതിനുശേഷമാണ് ഇങ്ങ് തൊടുപുഴയിലേക്ക് എത്തുമ്പോൾ മറ്റൊരു സംഘിണിയുടെ വൈദ്യുതി മോഷണം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കേരളത്തിൽ സംഘിണികളെല്ലാം ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ 2 ഉദാഹരണങ്ങളും മാറുകയാണ്. ജനം ജാഗ്രത പാലിക്കുക. പുട്ടിയിട്ട് വെളുക്കെ ചിരിച്ചുകൊണ്ട് വരുമ്പോൾ കരുതും കുലയുവതികളാണെന്ന്. പക്ഷേ കയ്യിലിരിപ്പ് മഹാമോശമാണെന്ന് അങ്ങ് കണ്ണൂരും ഇപ്പോൾ തൊടുപുഴ ന്യൂമാൻ വാർഡ് കൗൺസിലറായിട്ടുള്ള ശ്രീലക്ഷ്മിയും തെളിയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ കാണുന്ന കാഴ്ചയല്ല, അടിമുടി ഉഡായിപ്പാണ് സംഘിണികളെന്ന് വളരെ കൃത്യമായി തെളിയിക്കുന്നതാണ് ഈ ഉദാഹരണങ്ങൾ.